നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷമ എന്ന വാക്കിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ക്ഷമ എന്ന മലയാളത്തിൽ പറയുന്നത് പിഴവുകൾ, തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യങ്ങൾ മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരോട് സഹവർത്തിത്വത്തോടെ പെരുമാറുക എന്ന അർത്ഥത്തിലാണ്. അതിൻ്റെ പ്രധാന അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ഷമാശീലം എന്നത് മറ്റൊരാളുടെ തെറ്റു മനസ്സിലാക്കി അതിനെതിരെ പ്രതികാരമോ വൈരാഗ്യമോ വെക്കാതെ മനസ്സിൽ നിന്ന് അത് വിടുക. അവൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമിച്ചു എന്ന് പറയാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. ധൈര്യത്തോടെ എല്ലാം സഹിക്കുക, അതാണ് പരമപ്രധാനം. ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, വൈകിപ്പോകൽ എന്നിവയും സഹിച്ച് സഹനത്തോടെ മുന്നോട്ട് പോവുക. വിജയം നേടാൻ ക്ഷമയും സ്ഥിരോത്സാഹവും വേണം എന്നറിയുക. ലളിതമായി പറഞ്ഞാൽ ക്ഷമ എന്നു വെച്ചാൽ മനസ്സിൻ്റെ വിശാലതയും സഹനശേഷിയും ചേർന്നത് ഒരു ഗുണമാണ്. ഇത് കോപത്തെയും പ്രതികാരത്തെയും വിട്ട് മനസ്സിൽ സമാധാനം നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നു. ക്ഷമയുടെ ആത്മീയവും മാനസികവും ആയ ഗുണങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാം. ജീവിതത്തിൽ ക്ഷമയ്ക്ക് വളരെ വലിയ എന്നാൽ പലപ്പോഴും കാണാതാകുന്നൊരു സ്ഥാനമുണ്ട്. അത് മനസ്സിൻ്റെ ഒരു ഗുണം മാത്രമല്ല, ബന്ധങ്ങൾ, ആരോഗ്യം, ആത്മീയ വളർച്ച എന്നിവയുടെ അടിസ്ഥാനം കൂടിയാണ്. ബന്ധങ്ങളുടെ നിലനിൽപ്പ് തന്നെ ക്ഷമ എന്ന അടിസ്ഥാന ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. മനുഷ്യബന്ധങ്ങളിൽ എല്ലായ്പ്പോഴും തെറ്റിദ്ധാരണ, തെറ്റുകൾ, വാഗ്വാദം എന്നിവ അനുഭവിക്കേണ്ടതായി വരുന്നത് കാണാം. ക്ഷമയില്ലെങ്കിൽ ബന്ധങ്ങൾ പെട്ടെന്ന് തകർന്നു പോകും. ക്ഷമിക്കുമ്പോൾ വിശ്വാസവും സ്നേഹവും തിരികെ വരും. സൗഹൃദം ദൈർഘ്യമാകും. പ്രതികാരബോധം, വൈരാഗ്യം, കുറ്റപ്പെടുത്തൽ ഇവയെല്ലാം മനസ്സിൽ കലഹമുണ്ടാക്കുകയും മനസ്സിൻ്റെ സമാധാനം നഷ്ടമാക്കുകയും ചെയ്യും. ഒരാൾ മറ്റൊരാളോട് ക്ഷമിക്കുന്നതിൽ കൂടി ഞാൻ എൻ്റെ മനസ്സിൻ്റെ സമാധാനം തിരിച്ചു പിടിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത്. ക്ഷമ എന്ന ശീലം ആത്മീയ വളർച്ചയുണ്ടാക്കുന്നു. പല മതങ്ങളിലും ആത്മീയ മാർഗങ്ങളിലും ക്ഷമ ദൈവിക ഗുണമായി കാണുന്നു. ക്ഷമിക്കുന്നവൻ വൈരാഗ്യമില്ലാത്ത മനസ്സിലൂടെ ആത്മീയ സത്യത്തിലേക്ക് അടുക്കുന്നു. വൈരാഗ്യം പിടിച്ചു നിർത്തുന്നത് രക്തസമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഹൃദ്രോഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ക്ഷമിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരു ഡീടോക്സിക് ഇഫക്റ്റും ലഭിക്കുന്നത് പോലെയാണ്. അങ്ങനെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകുന്നു. ക്ഷമിക്കുന്നവൻ വലിയ മനസ്സുള്ളവനായി മാറുന്നു. സ്വന്തം അഭിമാനത്തേക്കാൾ സത്യവും സമാധാനവും പ്രാധാന്യമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതുവഴി സ്വയം വളർച്ചയും വിനയവും അയാൾ സ്വായത്തമാക്കുന്നു. ചുരുക്കത്തിൽ ജീവിതത്തിലെ ക്ഷമ സഹാനുഭൂതി വളർത്തുന്ന വിത്താണ്, ബന്ധങ്ങൾ നിലനിർത്തുന്ന അടിത്തറയാണ്, മനസ്സും ശരീരവും ശാന്തമാക്കുന്ന മരുന്നുകൂടിയാണ്, ആത്മീയ പുരോഗതിയിലേക്കുള്ള വാതിലാണ്. ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ പലപ്പോഴും ക്ഷമാശീലമുള്ളവരെയും ക്ഷിപ്രകോപികളെയും എനിക്ക് കാണാനിടയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.